3 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെയില്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ ആർക്കേഞ്ചൽ, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ. യെസ്, ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ദിവസം ആ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ്, മെസ്സേജ് ഒക്കെ അയക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉടനെ തന്നെ ആ വ്യക്തിയിൽ നിന്ന് ഒരു ടെക്സ്റ്റോ മെസ്സേജോ അല്ലെങ്കിൽ കോളോ പ്രതീക്ഷിക്കാം, ഉടനെ തന്നെ. കാരണം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന അതിയായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് ഉള്ളത്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ വളരെ മെച്യൂരിറ്റി കുറഞ്ഞൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ അത്രയ്ക്ക് ഉറപ്പൊന്നും ഉണ്ടാവില്ല. ഒരു പേജ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. വലിയ പക്വതയൊന്നും ഇല്ല. അപ്പോൾ തീരുമാനങ്ങൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മാറ്റാം. പക്ഷേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങളുടെ കാണുന്ന സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പ്രണയത്തെക്കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ആ വ്യക്തി നല്ലതായിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി ഫാമിലി ആകാം, പാരൻസ് ആവാം, ഫ്രണ്ട്സ് ആവാം, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആവാം, ആ വ്യക്തിക്ക് ജോലിയില്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതാകാം. യെസ്, ഇവിടെ ആ വ്യക്തി ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, നല്ലൊരു ജോബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കോ ഈ ഒരു പേഴ്സണോ നിങ്ങൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നതോ ആയിട്ടുള്ള സ്നേഹം പോരാ എന്നുള്ളൊരു ചിന്തയുണ്ട്. നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങളായിരിക്കാം ചിന്തിക്കുന്നത്, നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ അത് കിട്ടുന്നില്ല. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം, നിങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ വ്യക്തിക്ക് നിലനിൽക്കുന്ന നല്ല ഓർമ്മകൾ, അതെല്ലാം ഈ വ്യക്തി ഓർക്കുന്നുണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. ഏതായാലും നല്ലതുപോലെയുള്ള ഓർമ്മകൾ നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഏസ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അതുപോലെ തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ഒരു കോണ്ടാക്ട് ചെയ്യണം, ഒരു ടെക്സ്റ്റോ മെസ്സേജോ ഒക്കെ അയക്കണം എന്നൊക്കെ തന്നെ ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ ഒരു ഫാമിലി ആകണം, അതുപോലെ തന്നെ നിങ്ങളെ വാല്യൂ കൊടുക്കുന്നു, നിങ്ങൾക്കൊരു വില ആ വ്യക്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെക്കുമ്പോൾ, ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. ഫ്യൂച്ചറിൽ അത് മാറാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ വ്യക്തി വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അത് അത്രമാത്രം പ്രാധാന്യം ഈ വ്യക്തിയുടെ മനസ്സിൽ ഇല്ല എന്നുള്ളത്. വ്യക്തി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ മാറ്റി നിർത്തി നിങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വാല്യൂ കരുതുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിലനിൽക്കും എന്നതിനെ കാണിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺ ആൻഡ് സിറ്റുവേഷൻ, മെച്യൂരിറ്റി കുറവ്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, പക്ഷേ
ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരും. കാരണം ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ കൂടി വർക്കാകുന്നുണ്ട്, നിങ്ങളുടെയോ ആ പേഴ്സൻ്റെയോ. ഇനി നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദുഃഖകരമായിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ എലോണായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ടാവാം, പക്ഷേ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളെപ്പോഴും എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളോടും നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്നും അകന്നു പോയതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷനും വർക്കാകുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ വളരെയധികം നല്ലതായിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആ ഒരു കരുതലോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും ആ വ്യക്തി നിങ്ങൾക്ക് തരാത്തതായിരിക്കാം. നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സങ്കടം എന്ന് പറയുന്നത്, മുന്നോട്ട് പോയാൽ ശരിയാകുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു നല്ല മെസ്സേജാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വ്യക്തിയും നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വെറും ഒരു മെസ്സേജ് അല്ല, അല്ലെങ്കിൽ നിങ്ങളെ അന്വേഷിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് അല്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷനാണ്. അത് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഞെരിക്കപ്പെടുന്നൊരവസ്ഥയിലാണ്. പക്ഷേ ആ വ്യക്തിയുടെ കരുതൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രോമിസ് നിങ്ങൾക്ക് വളരാനായിട്ട് സഹായകമാകും. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നത് അവരുടെ വാക്കുകളാണ്. അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു കണ്ടീഷൻ വെക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ആ വ്യക്തിയോട് പറയാനുള്ള സാധ്യതയാണുള്ളത്. നിങ്ങളിത് കാണുന്നതിന് മുമ്പ് തന്നെ ഇനി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയും എന്ന് നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിച്ചു, പക്ഷേ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്നുള്ള ഒരു ചിന്തയുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്തായാലും ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട്. അത് ആളിക്കത്തുന്ന സിറ്റുവേഷൻ, അതായത് ട്വിൻ ഫ്ലെയിം ജേണി തന്നെയാണെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു യൂണിവേഴ്സൽ അവയർനെസ് ആണ് ഈ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ ഒരേപോലെ ആയിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടാവാം. കാഴ്ചയിൽ സാമ്യതയുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയോ അതുപോലെ തന്നെ തിരിച്ചും ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം ആ വ്യക്തിയിൽ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലൊരു പാസ്റ്റ് ലൈഫ് ബന്ധമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം. രണ്ടുപേരും ഒരു സ്പിരിച്വൽ ജേണിയിലായിരിക്കാം. സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ, സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇവിടെ പ്രോബ്ലം ഉള്ളത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ അറിയുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം. ബ്ലാക്ക് ഐ, ഈവിൾ ഐ, നെഗറ്റീവ് എനർജീസ് എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നന്നായി വീക്ഷിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഒന്നുകിൽ നിങ്ങൾക്ക് നന്നായി അറിയാമായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അറിയാമായിരിക്കാം. അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിക്കരുതെന്ന്, നിങ്ങൾ സെപ്പറേറ്റായി പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആ ഒരു പ്രേയേഴ്സും കാര്യങ്ങളും അവരോട് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതാണ് ഡിസീറ്റ് എന്ന്, എൻവി, അസൂയ എന്നുള്ള ഒരു കാർഡ് സൂചിപ്പിക്കുക. ആ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. വഴക്കുകളാണ്. നിങ്ങൾക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്രയധികം വഴക്കുകൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം മാത്രം അറിയാം, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. ഈ ഒരു പേഴ്സൺ കറക്റ്റ് പേഴ്സണാണ് നിങ്ങൾക്ക്.
അത് നിങ്ങൾക്കറിയാം. ഈ വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്, അതിലേക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതും. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. ഇനി ഈ പേഴ്സൻ്റെ നെയിം എന്ന് പറയുന്നത് SDK എന്നാണ് കിട്ടിയിട്ടുള്ളത്. J എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ V എന്നാണ് കിട്ടിയിട്ടുള്ളത്. GEPOZBWT. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഇവിടെ നമുക്ക് ബ്ലാക്ക് ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ബർത്ത് മന്ത് ആവാം. ക്യാൻസർ. 10 എന്നൊരു ഡേറ്റ്. പിങ്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, പേഴ്സൺ ഇഷ്ടമായിരിക്കാം. സെപ്റ്റംബർ മന്ത്. 2 എന്നൊരു ഡേറ്റ്. 27 ഏജ് ആവാം, ബർത്ത് ഡേറ്റ് ആവാം. ഓഗസ്റ്റ് മന്ത് ബർത്ത് മന്ത് ആവാം. ആർക്കേഞ്ചൽ മിഖായേലിൻ്റെ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. 19 എന്നൊരു ഡേറ്റ്. 25 റെഡ് കളർ, വൈറ്റ് കളർ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. ആർക്കേഞ്ചൽ ഏരിയൽ നിങ്ങളുടെ കാവൽ മാലാഖയായിരിക്കാം. ഫെബ്രുവരി മന്ത് വെർഗോ. 14 എന്നൊരു ഡേറ്റ്. അപ്പോൾ ഇനി നമുക്ക് പ്ലേസസ് എടുക്കാം. കോഴിക്കോട്, പത്തനംതിട്ട, കണ്ണൂർ, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ പ്ലേസസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇനി ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ച് 3 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ഏഞ്ചലിനെ ധ്യാനിച്ച് നിങ്ങൾ ഏഞ്ചലിനോട് ചോദിക്കാം എന്തായിരിക്കും എനിക്കുള്ള ആൻസർ എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഡിയർ ആർക്കേഞ്ചൽ, പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ. ദെയർ ഈസ് സംതിങ് ബെറ്റർ. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലതായിട്ടുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് എടുക്കാൻ പോകുന്നത്. ഡിയർ ആർക്കേഞ്ചൽസ്, പ്ലീസ് ഹെൽപ്പ് മീ ടു കറക്റ്റ് ആൻസർ. ഇറ്റ്സ് അപ് ടു യു. അത് നിങ്ങളിൽ തന്നെയുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ നോ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. നിങ്ങളോടും ദൈവത്തോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.